ദലായിലുൻ നുബുവ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു, ആ യുവതി തൻ്റെ വിരിപ്പിൽ മലർന്നു കിടന്നുറങ്ങുകയാണ്. അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. കൂരിരുട്ടിൽ ആ ചെറുപ്പക്കാരി ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബി ഔഫ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രിയാണവർ. അഅറാഫ് എന്നവരുടെ പേരമകളും. പെട്ടെന്നവർക്ക് ശ്വാസം നിലച്ച പോലെ. കഴുത്തിലാരോ പിടിച്ച് ഞെരിക്കുന്നു. നെഞ്ചിൽ വലിയ ഭാരവും തോന്നുകയാണ്. ആരോ കയറിയിരുന്ന് അമർത്തുന്നത് പോലെ ഒരു അനുഭവം ആ സഹോദരിക്കുണ്ടായി. കണ്ണുതള്ളി ശ്വാസം പുറത്തേക്ക് പോകാൻ വിമ്മിഷ്ടപ്പെട്ടുകൊണ്ടവൾ ഇരുട്ടിൽ മങ്ങിയ വെളിച്ചത്തിൽ ഒരു കറുത്ത സ്വത്വത്തെ കാണുകയാണ്. നെഞ്ചിൽ കയറിയിരുന്ന് ചങ്കിൽ പിടിച്ചമർത്തുകയാണത്. ശരീരമാസകലം രോമങ്ങളുള്ള ആ വികൃത രൂപം ഭീകരമാണ്. ഉറക്കെ ഒന്ന് വിളിക്കാൻ പോലും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അവർ കൈകാലുകളിട്ടടിച്ചു. മരണവെപ്രാളം കാണിച്ചു. ആ യുവതി തന്നെ വിവരിക്കട്ടെ. ഞാൻ മരണവിപ്രാളം കാട്ടിക്കൊണ്ടിരിക്കെ മുകളിൽ നിന്നൊരു കടലാസു കഷ്ണം പറന്നിറങ്ങുന്നത് ആ പിടച്ചിലിൻ്റെ ഇടയിൽ ഞാൻ കണ്ടു. ആ പിശാചുടൻ അതെടുത്തുറക്കെ വായിച്ചു. ലക്കീനിൻ്റെ റബ്ബ് ലക്കീനിന് എഴുതുന്നത്, സ്വഹാബിയായ ഒരു മനുഷ്യൻ്റെ മകളെയാണ് നീ കീഴ്പ്പെടുത്താൻ നോക്കുന്നത്. വിട്ടേക്കൂ, നിനക്കവളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് കണ്ടതും അയാൾ ഞെട്ടി എഴുന്നേറ്റു. എൻ്റെ കഴുത്തിൽ നിന്ന് കൈ പിൻവലിച്ചു. നെഞ്ചിൽ നിന്ന് ഊർന്നിറങ്ങി. ഒരു പുക കണക്കെ മെല്ലെ അപ്രത്യക്ഷനായി. പോകുന്ന പോക്കിൽ ഈർഷ്യതയോടെ എൻ്റെ മുട്ടുകാലിന് ഒരു അടിയും തന്നു. വേദന കൊണ്ട് ഞാൻ പുളഞ്ഞുപോയി. അവിടം ആട്ടിൻ തലയുടെ നിറം പോലെ കറുപ്പ് കരുവാളിച്ചുപോയി. ഞാൻ ഒറ്റയ്ക്ക് വാതിലടച്ച് കിടക്കുന്ന റൂമിൽ അയാൾ എവിടെ നിന്ന് വന്നുവെന്നും എങ്ങോട്ട് പോയി എന്നും അറിയാതെ ഞാൻ പേടിച്ചു. എനിക്ക് മിണ്ടാൻ പോലുമായില്ല. ആ എഴുത്തിൻ്റെ പൊരുളോ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യമോ പിടികിട്ടിയതേയില്ല. രാവിലെ ഞാൻ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കാണാൻ വേണ്ടി ചെന്നു. സംഭവമെല്ലാം വിവരിച്ചു. കാലിൻ്റെ മുട്ടിൽ കറുത്തു കിടന്ന പാടും കാണിച്ചു കൊടുത്തു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നിന്റെ അടുക്കൽ വന്ന അവനാണ് ചെകുത്താൻ. ഒറ്റയ്ക്ക് മലർന്നു കിടന്നുറങ്ങുന്ന പെണ്ണുങ്ങളെ മോഹിച്ചു പ്രാപിക്കാൻ ശ്രമിക്കുന്നവൻ. പക്ഷേ എൻ്റെ സഹോദരപുത്രി, മോൾ രക്ഷപ്പെട്ടു. ബദറിൽ ഷഹീദായ നിന്റെ പിതാവിൻ്റെ പുണ്യം, അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹു നിന്നെ കാത്തു. നീ ഹൈലുകൊണ്ടോ മറ്റോ ദുർബലയായിരിക്കുമ്പോൾ വസ്ത്രം ശരിക്കും മൂടിപ്പൊതയ്ക്കണം. അന്നേരത്ത് പെണ്ണുങ്ങളെ പ്രാപിക്കാൻ പിശാചിന് വളരെ എളുപ്പമാണ്. അള്ളാഹു നിന്നെ കാക്കണമെങ്കിൽ നിന്റെ അവയവങ്ങളൊന്നും പുറത്തു കാണിക്കരുത്. അതാണൊരു മാർഗം. പിന്നെ ഉറങ്ങുമ്പോൾ നീ മലർന്നു കിടക്കരുത്. പെണ്ണുങ്ങൾക്കതത്ര നല്ലതല്ല കേട്ടോ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല ഉപദേശിച്ചു. ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മഹാനായ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രിയായതുകൊണ്ട് തന്നെ ചെകുത്താന് ആ പെൺകുട്ടിയെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നൊരു ഗുണപാഠം നമുക്കുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. സ്ത്രീകൾ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ മലർന്നു കിടന്നുറങ്ങാൻ പാടില്ല. കിടക്കുമ്പോൾ ഒരു പുതപ്പെടുത്ത് ശരീരമാസകലം മൂടിയായിരിക്കണം കിടക്കേണ്ടത്. ശരീരത്തിൻ്റെ ഭാഗങ്ങളെ പുറത്തു കാണിച്ചുകൊണ്ട് നമ്മൾ കിടക്കുമ്പോൾ ഷൈത്താൻ നമ്മെ ആകർഷിക്കുകയും ഷൈത്താനിയത്തായ ഉപദ്രവങ്ങൾ നമുക്കുണ്ടാവുകയും ചെയ്യും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നൃത്തം വെക്കുന്ന സഹോദരിമാർ, ഞാൻ എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് പറയട്ടെ, നൃത്തം പഠിക്കാൻ ഒരു പെൺകുട്ടിയെയും വിട്ടുകൊടുക്കരുത്. ലക്ഷങ്ങൾ സമ്മാനം കിട്ടിയാലും ശരി, നൃത്തം പഠിക്കാനും ഓട്ടം പഠിക്കാനും ചെറിയ നിക്കറിട്ട് ട്രൗസറിട്ടിട്ട് പെൺകുട്ടികളൊക്കെ ഓടിയിട്ട് എന്തെങ്കിലും ഒരു വെങ്കലം നേടുക, അതാകരുത് നമ്മുടെ ലക്ഷ്യം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല തന്നതിന് നമ്മൾ ശുക്ർ ചെയ്യണം. നൃത്തം വെക്കുന്ന നർത്തകിമാര്
മആസിഫു സംഗീതോപകരണങ്ങൾ പരസ്യമായി വെളിവായി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും സ്ഥാനം പിടിക്കുന്നതാണ്. എവിടെയെങ്കിലൊക്കെ ഒരു മൗലിദോതിയിട്ട് നമ്മൾ ഈ കല്യാണത്തിൽ ബർക്കത്തുണ്ടായിക്കോട്ടെ എന്ന് കരുതി തീരുമാനിച്ച് വിടവാങ്ങുമ്പോഴേക്ക് അവിടെ മറ്റൊരു കൂട്ടം ആളുകൾ ഒരു ഭാഗത്ത് ഭക്ഷണം കഴിച്ച് ഒളിച്ചിരിക്കുന്നു, വേറെ പലതും പാടാൻ. അതിന് നല്ല ത്രാണിത്തമുള്ള ഉപ്പമാര് ഉമ്മമാര് സമ്മതിക്കരുത്. അവര് നേർക്കുനേറെ കാര്യങ്ങൾ പറയണം. ഇവിടെ അത് അനുവദിക്കൂല എന്ന് തുറന്നു പറയണം. അതിനേക്കാളും അബദ്ധമുണ്ട്. പുരുഷന്റെ കൂടെ അല്ലെങ്കിൽ സ്ത്രീ വരുന്ന സമയത്ത് അവിടെ ചില ആളുകളുണ്ട് കൊട്ടിപ്പാട്ട് നടത്താൻ നിൽക്കുന്ന നഊദുബില്ല. വളരെയധികം തരം താഴ്ന്ന രീതിയിൽ ആണിനെയും പെണ്ണിനെയും കോർവേപ്പിച്ചുണ്ടാക്കി അവരുടെ ആദ്യ രാത്രിയൊക്കെ പറഞ്ഞുണ്ടാക്കിയ കല്യാണത്തിന്റെ ദിവസം അന്ന് തന്നെ വളരെയധികം വൃത്തികേടാകുന്ന രീതിയിൽ കെട്ടിക്കൂട്ടിയുണ്ടാക്കിയ പാട്ടാണ്. എന്തെല്ലാമാ നടക്കുന്നത് നിങ്ങൾ നോക്ക്. ലഹറത്തിൽ ഖൈനാത്തു വൽ മആസിഫു. മുസ്ലിം സഹോദരിമാര് നൃത്തം ചെയ്ത് അഭിനയിച്ച് കേസറ്റ് വിറ്റ് കാശാക്കി. കുടുംബ കലഹങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം സഹോദരിമാര് ഉമ്മമാരടക്കമുള്ളവർ തട്ടമിട്ട് വന്ന് അഭിനയിക്കുക. എത്ര വ്യക്താണ് ഈ പറഞ്ഞത്. നല്ലോണം നിസ്കാരപ്പായലിരുന്ന് ഓതി അള്ളാഹുവിലേക്ക് അടുക്കേണ്ടവർ, അത്രയും പ്രായമായവർ, ഉമ്മാമ്മമാരടക്കമുണ്ട് നൃത്തത്തില്. കാരണം അവർക്കുണ്ട് 15,000, മറ്റുള്ളവർക്ക് 25,000, അപ്പുറത്തുള്ളവർക്ക് 40,000, എല്ലാവർക്കും ഉണ്ടല്ലോ. ലഹറത്തിൽ ഖൈനാത്തു. അതിന് പോകരുത്, അതിന് സമയം കളയരുത്.